എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ വളരെ വില കൂടുതലല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങാ ചമ്മന്തി അരയ്ക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റാതെ വരും. അത് തന്നെ എളുപ്പവുമാണ് ഇത്. അതുകൊണ്ട് നമുക്ക് ഒരു തക്കാളി ചമ്മന്തി, ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തുവാന്ന് ഞാൻ പരിചയപ്പെടുത്താം. 2 തക്കാളി, 2 എടുത്തിരിക്കുന്നത്. അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതൽ എടുക്കുക. ഇപ്പം ഈ 2 തക്കാളിക്കുള്ള ഇതാണ് ഞാനിപ്പോൾ പറയുന്നത്. 2 തക്കാളി, സവാള ചുവന്നുള്ളി വെച്ചുണ്ടാക്കുന്നത് ഒന്നുകൂടെ രുചികരമാണ്. ചുവന്നുള്ളി വെച്ചുണ്ടാക്കുന്നവർക്ക് ചുവന്നുള്ളി വെച്ചുണ്ടാക്കാം. ചുവന്നുള്ളി ആകുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. ഇത് സവാള. പിന്നെ ഞാൻ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി, കൊച്ചുള്ളി, കാര്യം സവാളയല്ലേ, അതുകൊണ്ട് കൊച്ചുള്ളി ചേർത്ത് കടുക് വറക്കാൻ കണ്ടു. പിന്നെ ഉണക്കമുളക് കടുക് വറക്കാൻ, ഉപ്പ്, ഒരു വെളുത്തുള്ളി ഒരു 2 അല്ലി, വലിയ അല്ലിയാണെങ്കിൽ 1 അല്ലി വെളുത്തുള്ളി ഇട്ടാൽ മതി, ഒത്തിരി ചുവയ്ക്കണ്ട. പിന്നെ മുളക് പൊടി, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്, കായപ്പൊടി, ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി അത് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. നമുക്കിനി മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി, ഒന്ന് മൂക്കട്ടെ. മൂത്തിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പില തൽക്കാലം എടുത്തില്ല. നമുക്ക് അരച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിൽ നമുക്ക് ഒഴിക്കാം. നമുക്ക് ഈ കായപ്പൊടി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കായത്തിൻ്റെ ഒരു ടേസ്റ്റ് മതി. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വന്നാൽ രുചിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് പച്ച എണ്ണ എടുക്കുന്നവരും ഉണ്ട്. നമുക്കിതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റിക്കോട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വലിഞ്ഞു, അരപ്പൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും മുളക് പൊടിയും ഒക്കെ മൂത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചത് കൊണ്ടാണ് ഇത് എണ്ണ തെളിഞ്ഞ് വരാത്തത്. അതേസമയം വെളിച്ചെണ്ണ കുറേ കോരി ഒഴിക്കുന്നവരെയാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പം ഓരോരുത്തരുടെ സൗകര്യത്തിന്, നിങ്ങൾക്ക് എണ്ണ കുറേ കൂടുതൽ വേണമെങ്കിൽ ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. ഇതിൽ നമുക്ക് എണ്ണ കുറച്ച് മതി, ഒത്തിരി എണ്ണ ഇതൊന്നും ഉപയോഗിക്കേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച്. ഇനി നമുക്ക് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളച്ച വെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ഇത് ഓൾറെഡി കുക്കായിട്ട് കിടക്കുകയല്ലേ. നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം വേണ്ട, അത്രയും മതി. നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. എന്നാലും നമുക്കൊന്നുകൂടി ഉപ്പ് നോക്കാം.
നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പും തക്കാളിയുടെ പുളി, കാര്യം ഒരുപാട് പുളി, അത് ഞാൻ 2 തക്കാളി ചേർത്തെ. ഒരു സവാളയ്ക്ക് 2 കൊച്ചു. ഇത് നാടൻ തക്കാളിക്ക്. നാടൻ തക്കാളി ആകുമ്പം പുളിയുണ്ട്, മറ്റേ തക്കാളി പോലല്ല, നല്ല തക്കാളിയാണ്. അതുകൊണ്ട് തിളച്ചു. ഇനി കൂടുതൽ തിളപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി കുക്കായതും തിളച്ച വെള്ളവും ഒഴിച്ചേക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ വെക്കുന്ന എന്നാലും ഈ രീതിയിലൊന്ന് വെക്കുക. പിന്നെ ചിലർ ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കും. ഞാൻ ഇതിനകത്ത് ഉഴുന്ന് പരിപ്പ് ഒന്നും ചേർത്തിട്ടില്ല, വെറും തക്കാളിക്കും സവാളയും മാത്രം. അതുകൊണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.